ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ MM ഹസൻ ഒപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് മുൻ KPCC അധ്യക്ഷന്മാരെ എല്ലാം ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് എല്ലാ മുൻ KPCC അധ്യക്ഷന്മാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. സുധാകരനെയും മുരളീധരനെയും മാത്രമല്ല മുഴുവൻ ആളുകളെയും MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകളെയും ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. അവിടെ അവരുടെ എല്ലാവരുടെയും മുഴുവൻ ആളുകളുടെയും അഭിപ്രായം തേടുക, അതിനുശേഷം മാത്രം ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അങ്ങനെ ഒരു നീക്കത്തിലേക്കാണ് AICC പോകുന്നത്. അതായത് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുഴുവൻ ആളുകൾക്കും എന്താണ് പറയാനുള്ളത്, നിലവിൽ കേരളത്തിലുള്ള മുൻ PCC അധ്യക്ഷന്മാരുടെ നിലപാട് എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വേണം ഈ നീക്കത്തെ നമുക്ക് കാണാൻ. യെസ്, ബിഗ് ബ്രേക്കിംഗ് വാർത്തയാണ്. മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് മറ്റൊരു നിർദ്ദേശം വരുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരെ എല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ഡൽഹിയിൽ എത്തണമെന്നാണ് കിട്ടിയ നിർദ്ദേശം. അതനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ നാളെ തന്നെ ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്ന് തന്നെ മനസ്സിലാക്കാം. സുനിൽ, നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ വലിയ ചർച്ച അത് ആ രീതിയിൽ നടക്കുന്നുണ്ട്. ആരായാലും തങ്ങൾ അംഗീകരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കുന്ന പേരുകാരായ VD സതീശനായാലും KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും പ്രതികരിച്ചത്. അപ്പോൾ ആ പ്രതികരണത്തിൽ നിന്ന് ഏത് തരത്തിലായിരിക്കും മുഖ്യമന്ത്രി എന്നൊരൊറ്റ പേരിലേക്ക് AICC എത്തുക എന്നുള്ളത് മുൻ നേതാക്കളെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു നീക്കം? അതായത് ഒരു അവസാന തീരുമാനം ഒരുപക്ഷെ നാളെ എടുക്കാനാണ് സാധ്യത. ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിലവിൽ കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെയും അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ അഭിപ്രായം കൂടി കേൾക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തുക, ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുക എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരം വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. സാധാരണഗതിയിൽ AICCയുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി നിർണയത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാത്തതാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇതുപോലുള്ള നടപടികളിലേക്ക് AICC കടന്നിട്ടില്ല. പക്ഷേ കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ തെരുവിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, തെരുവിൽ യുദ്ധം നടക്കുന്നു. യുദ്ധം എന്ന് തന്നെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് തെരുവുകളിൽ നടന്നത്. VD സതീശനായാലും KC വേണുഗോപാലിനായാലും രമേശ് ചെന്നിത്തലയ്ക്കായാലും ആളുകൾ തെരുവിൽ മുറവിളി കൂട്ടുന്ന സാഹചര്യം, ഉമ്മൻചാണ്ടിയുടെ അടക്കം ഫ്ലെക്സുകൾ കീറിയെറിയുന്ന രീതിയിലേക്ക് പ്രവർത്തകർ വികാരഭരിതരാകുന്ന ഒരു സാഹചര്യത്തിലാണോ ഇത്തരത്തിലുള്ള നടപടികൾ? അതായത് ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ KC വേണുഗോപാൽ എന്നൊരു പേരിലേക്ക് AICC നേതൃത്വം ഈ വിഷയത്തിൽ എത്തിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പാണ് കേരളത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നത്. VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് വ്യാപകമായ പ്രകടനങ്ങളും ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെടുന്നു. പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗ് അടക്കമുള്ള ആളുകൾ VD സതീശന് വേണ്ടി സജീവമായി രംഗത്തെത്തുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും VD സതീശന് വേണ്ടി ഒരു നിലപാടെടുക്കുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഈ തൽക്കാലത്തേക്ക് KC വേണുഗോപാലിനെ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കം തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നത്. അതിനുശേഷം ഇവിടേക്ക് കേരളത്തിലേക്ക് ഒരു സ്വതന്ത്ര PR ഏജൻസിയെ, കേരളത്തിന്റെ ട്രെൻഡ് എന്താണ് എന്ന് പഠിക്കുന്നതിന് വേണ്ടി AICC നിയോഗിച്ചിരുന്നു. അവരിവിടെ എത്തി ഇന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് VD സതീശന് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് അവർ നൽകിയത്. കേരളത്തിൽ ഒരു VD അനുകൂല തരംഗമുണ്ട് എന്ന നിലയ്ക്കുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയത്. അതുകൊണ്ട് ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷം ഒരു അവസാന തീരുമാനം എന്നതായിരുന്നു ഇപ്പോൾ AICC എടുത്തിരിക്കുന്ന നിലപാട്. അതിനു മുമ്പാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളെ മുഴുവൻ ആളുകളെയും അവരുടെ അഭിപ്രായം കൂടി ആരായുക എന്ന നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരായിരുന്ന MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ K സുധാകരൻ, ഒപ്പം K മുരളീധരൻ എന്നിവരെയും കൂടി ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. VM സുധീരനെ വിളിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല.
ഒരുപക്ഷെ അദ്ദേഹത്തെ ഡൽഹിക്ക് നേരിട്ട് വിളിപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഫോണിലൂടെ ആരായാനെങ്കിലും സാധ്യതയുണ്ട്. ഒപ്പം AK ആന്റണിയുടെ നിലപാട് എന്താണെന്നും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് AK ആന്റണിയോടും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം, കേരളത്തിലെ പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നിലപാടാണ് ആന്റണി സ്വീകരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഉപദേശം ഇക്കാര്യത്തിൽ എന്താണ് എന്നതുകൂടി ആരായേണ്ടതുണ്ട്. അതിനുശേഷം നാളെ ഈ ചർച്ചകൾക്ക് ശേഷം രാഹുൽ ഗാന്ധിയും ഒപ്പം ഖാർഗെയും നാളെ സോണിയാഗാന്ധിയെ കാണും. നാളെ സോണിയാഗാന്ധിയെ കണ്ട് അവരുടെ സോണിയാഗാന്ധിയുമായി സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്കിപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.